മലയാളിയുടെ പ്രിയപ്പെട്ട ചക്കയിൽ നിന്നും കൊതിയൂറുന്ന രുചിഭേദങ്ങളുടെ വിവിധതരം ഐസ്ക്രീമുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. വയനാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്താൽ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം വികസിപ്പിച്ചെടുത്തത്. ചക്കപ്പഴം മുറിച്ചെടുത്ത് ചുള വേർതിരിച്ചെടുത്ത ശേഷം അരച്ച കുഴമ്പ് രൂപത്തിലാക്കി പാൽ, കശുവണ്ടിപ്പരിപ്പ് തുടങ്ങിയവ ചേർത്ത് സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്താൽ പാക്കറ്റുകളിലാക്കുന്നു. ക്രീം ഐസ്ക്രീമിന് പുറമെ ബാർ ഐസ്ക്രീം, പോപ്കോൺ ഐസ്ക്രീമുകളും ചക്കപ്പഴത്തിൽ നിന്നും നിർമ്മിക്കുന്നു. ഇത് ഞങ്ങൾ ഐസ്ക്രീം ഈ രീതിയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രധാന കാരണം, ഞാൻ ശരിക്കും ബേസിക്കലി ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്കയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ വിശ്രമാറ്റിയിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ ചക്കയോട് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചക്ക ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വളരെ കാലം മുതലേ ഉള്ളതായിരുന്നു. അപ്പോഴാണ് ബാംഗ്ലൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇതിന്റെ ടെക്നോളജി അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അതിനെപ്പറ്റിയുള്ള വിവരം ലഭിക്കുകയും അങ്ങനെ ബാംഗ്ലൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതിന്റെ ടെക്നോളജി നമ്മൾ കരസ്ഥമാക്കിയിട്ടാണ് ഞങ്ങൾ ചക്കയുടെ ഐസ്ക്രീം ഇവിടെ ചെയ്യുന്നത്. ചക്കപ്പഴത്തിന്റെ രുചിയും മണവുമുള്ള ഐസ്ക്രീം ആസ്വാദകരുടെ മനം കവർന്നു കഴിഞ്ഞു. ഫിസി ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം എന്ന് പേരിട്ടിരിക്കുന്ന ചക്കപ്പഴ ഐസ്ക്രീം ഇപ്പോൾ വിപണിയിലെ താരമായി മാറിക്കഴിഞ്ഞു. ചക്ക ഒന്നിന് 50 രൂപ മുതൽ 100 രൂപ വരെ കർഷകർക്ക് നൽകിയാണ് ഐസ്ക്രീമിന് ആവശ്യമായ ചക്ക സംഭരിക്കുന്നത്. കൂഴച്ചക്കയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ശരീരത്തിന് ദോഷം ചെയ്യുന്ന യാതൊരു വസ്തുക്കളും ഉപയോഗിക്കാതെയാണ് ചക്കപ്പഴ ഐസ്ക്രീമിന്റെ നിർമ്മാണം. ഇതിൽ 100% നമ്മൾ ചക്കയുടെ പൾപ്പും അതേപോലെ ഐസ്ക്രീമിന്റെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഘട്ടങ്ങളിൽ ആളുകൾ കുറച്ചൊരു സംശയത്തോടുകൂടിയാണ് ഇത് നിരീക്ഷിച്ചിരുന്നത്. കാരണം ഇതും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കുണ്ടായിരുന്നു. നാച്ചുറൽ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഉള്ളത്. ബംഗളൂരുവിലെ കാർഷിക സർവകലാശാല, വയനാട്ടിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച പരിശീലനത്തിന്റെ അനുഭവത്തിലാണ് ചക്കപ്പഴ ഐസ്ക്രീം ഇവർ വികസിപ്പിച്ചെടുത്തത്. 50 മില്ലി മുതൽ 40 ലിറ്റർ വരെയുള്ള ക്രീം, ജാക്ക് ടേബിൾ ബാർ, ജാക്ക് കോൺ, ചോക്കോ ബാർ എന്നിങ്ങനെ വിവിധ രുചിക്കൂട്ടുകളിലാണ് ചക്ക ഐസ്ക്രീം ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ചക്ക ഐസ്ക്രീമിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ചക്ക കൊണ്ടുള്ള ഐസ്ക്രീമിന് പുറമെ ചക്ക പ്രഥമൻ പായസം, പച്ചച്ചക്ക കൊണ്ടുള്ള ചപ്പാത്തി, ചക്ക വറുത്തത്, ചക്ക സ്ക്വാഷ്, ചക്ക അലുവ തുടങ്ങി നിരവധി ചക്ക ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിൽ ഇറക്കുവാനുള്ള ശ്രമത്തിലാണ് ഈ കൂട്ടായ്മ.